ലോകയുടെ വിജയം ആഘോഷിക്കപ്പെടുന്നതിനിടയിലും തലവര എന്ന സിനിമയെ പരിഗണിക്കണമെന്ന് നടി മമിത മോഹൻദാസ്. വിറ്റിലിഗോ എന്ന അവസ്ഥയിലായ നായകനായി അർജുൻ അശോകൻ എത്തുന്ന ചിത്രമാണ് തലവര. അർജുൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് തലവരയിലെന്ന് വിലയിരുത്തപ്പെടുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മമിത തലവരയെക്കുറിച്ച് പറഞ്ഞത്. നേരത്തെ ക്യാൻസറിനെ പൊരുതി തോൽപ്പിച്ചിട്ടുള്ള മമിത പിന്നാലെയാണ് താരം തനിക്ക് വിറ്റിലാഗോ അഥവാ വെള്ളപ്പാണ്ട് ആണെന്ന് തുറന്നു പറയുന്നത്. തൻ്റെ ഓട്ടോ ഇമ്മ്യൂണി അവസ്ഥയെക്കുറിച്ച് പലപ്പോഴായി മമത തുറന്നും സംസാരിച്ചിട്ടുണ്ട്. കാലങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഒരു സൂപ്പർ ഹീറോയിൽ നിന്ന് വന്ന് വിജയിച്ചതും ആഘോഷിക്കപ്പെടുന്നതും നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരാൾക്ക് കൂടി ക്ഷണിക്കുകയാണ്. നമുക്കിടയിൽ ജീവിക്കുകയും എല്ലാ ദിവസവും പോരാടുകയും ചെയ്യുന്ന ഒരുപാട് സൂപ്പർ ഹീറോമാരും ഹീറോയിമാരുമുണ്ട്. അവരെ പ്രതിനിധീകരിക്കുന്ന ഒരാളുടെ ജീവിതം അവതരിപ്പിക്കുന്ന തിരക്കഥയും വേഷവും തിരഞ്ഞെടുത്ത ഹീറോയിലേക്ക് വെളിച്ചം കൊണ്ടുവരികയാണെന്ന് മമത പറയുന്നു. തലവര ചെയ്യാൻ തീരുമാനിച്ച അർജുൻ അശോകന് നന്ദി. വളരെ സെൻസിറ്റീവായ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കഥ കഥനകഥയാകാൻ സാധ്യതയുള്ള വിഷയം ഏറ്റെടുക്കുകയും അതിനെ രസകരമായി അവതരിപ്പിക്കുകയും ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാതിരിക്കാൻ സാധിച്ച അനിൽകുമാറിന് അഭിനന്ദനങ്ങൾ. നമ്മുടെ പാണ്ട എല്ലാം മറന്ന് നമുക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന യഥാർത്ഥത്തിൽ സന്തോഷത്തോടാണ് ജീവിക്കുന്നത്. എന്നാൽ ലോകം വളരെ ക്രൂരമാണ്. അത് അവനെ ഓർമ്മിക്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നോക്കൂ, കാണുന്നില്ലേ, നീയാണ് പ്രശ്നം, ഞങ്ങൾ ആരുമല്ല. വിറ്റിലാഗോയ്ക്കെതിരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ അവസ്ഥയുള്ളവർക്കും ജ്യോതിഷിൻ്റെ അനുഭവങ്ങൾ വളരെ വ്യക്തപരമായി തോന്നും. വളരെ ഉപരിപ്ലവമായ എന്നാൽ നോർമൽസി അലസോരപ്പെടുത്തുന്ന സ്കിൻ കണ്ടീഷനാണിത്. ത്വക്കിൻ്റെ നിറം ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെടുന്ന അവസ്ഥ. വീട്ടിലും ജോലിസ്ഥലത്തും സുഹൃത്തുക്കളുടെയും വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലും ഇത് ബാധിച്ച ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന മാനസികവും വൈകാരികവുമായ പ്രത്യേകിച്ച് മനഃശാസ്ത്രപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നത് എങ്ങനെയാണെന്ന് ഈ സിനിമ മനോഹരമായി കാണിച്ചു തരുന്നു.